അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നിധിക്കിഴി അഥവാ നിധി പൊറോട്ടയാണ്. ഇത് 3 ലെയറിൽ നമ്മൾ പൊറോട്ട കിഴിയായിട്ട് സെറ്റ് ചെയ്യാണ്. ഡിഫറെൻറ്റ് കറികളാണ് അതിൻ്റെ ഇടയ്ക്ക് ലെയേഴ്സിൽ ഉപയോഗിക്കുന്നത്. പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആദ്യം ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നാടൻ ബീഫ് കറിയാണ്. അതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. അതിനുശേഷം കഴുകി വെള്ളം വാലാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. കീഴ്ത്ത പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നാടൻ ബീഫ് കറി തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിത് കുക്കറിലല്ല കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു സോസ് പാനിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്കപ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 വത്തലമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി നീളത്തിലാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുകയാണ്. 4 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മളൊരു 4-5 പച്ചമുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരണം. സവോളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കണം. പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പേസ് ഞാൻ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സൈഡിലേക്ക് സവോള എല്ലാം മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിവർഗ്ഗങ്ങൾ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം സവോളയുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയുടെയും പൊടിവർഗ്ഗങ്ങളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമ്മളിതൊന്ന് നന്നായി വഴറ്റിയെടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. പൊടിവർഗ്ഗങ്ങളുടെ പച്ചമണം എല്ലാം മാറി നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരുന്ന ബീഫ് ഉണ്ടല്ലോ, 1 കിലോ ബീഫ് നമ്മൾ നുറുക്കി വെച്ചിരുന്നത്, കഴുകി വാരി വെച്ചിരുന്നത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാലയുമായിട്ട് ബീഫ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് ഒരല്പം തേങ്ങാ കൊത്തൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കിയതാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ വലുതായി നുറുക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനത് പായസത്തിന് വേണ്ടി നുറുക്കി വെച്ചിരുന്നതാണ്. അതൊന്ന് കുറച്ചെടുത്താണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാലയെല്ലാം ബീഫിൽ നന്നായിട്ട് ഇളകി വരണം, നന്നായിട്ട് യോജിച്ച് വരണം. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫിന് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരല്പം ഉപ്പ് മുമ്പ് സവോള വഴറ്റിയപ്പോൾ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുക്കറിലല്ല വേവിക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കറിയുടെ പകുതിക്ക് വെച്ച് വെള്ളം ചേർക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ചൂടായ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു വാട്ടച്ചോ വരും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ സാധാരണഗതിയിൽ ചൂടായ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കാറ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മൂടി വെച്ച് വേവിക്കുക. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബീഫിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബീഫ് ഏതാണ്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ അടുപ്പത്തൊന്ന് വെക്കണം. നമുക്ക് അധികം ഗ്രേവി വേണ്ട. ഒത്തിരി തിക്കായ ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വാഴയിലയിൽ പൊതി കെട്ടുമ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ ഇടയാവരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി തിക്കായിട്ടാണ് കറി തയ്യാറാക്കുന്നത്. ഇപ്പം ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിനി തീ ഓഫ് ചെയ്തു. അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും പച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയുടെ അളവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി തീ ഓഫ് ചെയ്തു. നമ്മളിത് മൂടി ഒന്ന് മാറ്റി വയ്ക്കും. നമ്മുടെ ബീഫ് കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാടമുട്ട റോസ്റ്റാണ്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ
കടുക് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3-4 ചുമന്ന മുളക് അല്ലെങ്കിൽ വത്തലമുളക് പൊട്ടിച്ചൊന്നിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 3 സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നിറം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് നടുക്ക് ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടിവർഗ്ഗങ്ങളുടെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ചെറു തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവോളയും പൊടിവർഗ്ഗങ്ങളും എല്ലാം നന്നായി വഴന്ന് അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലൊരു വാസന വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മസാലയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചാൽ 1 തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം കേട്ടോ, ചെറുതാണോ വലുതാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതൊന്ന് മൂടി വെച്ച് ഈ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. തക്കാളി ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു ചേർന്നിട്ടില്ല. നമ്മൾ ഒന്നുകൂടെ മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കൂടെ അത് ഉടഞ്ഞുകൊള്ളും. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 12 കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മസാലയുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് പുളിയൊക്കെ നമ്മൾ ഈ സമയത്തൊന്ന് നോക്കണം കേട്ടോ. എന്തെങ്കിലും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചെറു തീയിൽ 2 മിനിറ്റ് കൂടെ നമുക്കിത് മൂടി വയ്ക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഏകദേശം തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെഗ് പീസസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 12 കഷ്ണം ചിക്കൻ ലെഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കാൻ ആദ്യം മിസ്സായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മുറി നാരങ്ങ, ഒരു 1-2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്. മഞ്ഞൾപ്പൊടി കൂടെ ഞാനത് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തു. നിങ്ങൾ ഈ വീഡിയോയിൽ കാണാനില്ല. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ അത് മിസ്സായി, സോറി. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരല്പം എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. എന്നാലും ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, ഷാലോ ഫ്രൈ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ലെഗ് ഇട്ട് കൊടുത്ത് നമുക്കിത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചു മറിച്ചു വിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. ചിക്കൻ വെന്ത് കൂടെ കിട്ടണമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ചിക്കൻ കുക്കാകുകയും വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ലെഗ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ നിധിക്കിഴി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു പാത്രം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പ്ലേറ്റിലേക്കാണ് ഞാനത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. സെറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഒരു ഫോയിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഇലയാണ് ഒരു കിഴിക്ക് വേണ്ടി എടുക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഫോയിലും കൂടെ ഞാൻ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 2 ഇലയുണ്ടെങ്കിൽ 2 ഇല ഒന്ന് വിടുത്തി വെച്ചാൽ മതി കേട്ടോ. വാട്ടിയെടുത്ത വാഴയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വാട്ടിയ വാഴയില വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ പൊറോട്ട വെച്ച് കൊടുത്തു. പൊറോട്ടയുടെ മുകളിൽ നമ്മൾ ബീഫ് കറിയാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഒരു പൊറോട്ടയ്ക്ക് ആവശ്യമുള്ള ബീഫ് കറി നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം.
രണ്ടാമത്തെ ലെയർ അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കാടമുട്ട റോസ്റ്റാണ് വെച്ച് കൊടുക്കുന്നത്. അത് ആവശ്യത്തിന് മസാല നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയും ആവശ്യത്തിനുള്ള മസാലയും ഞാൻ ഒരു ലെയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയറിൽ നമ്മളൊരു പൊറോട്ട വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. സ്പെഷ്യൽ ചിക്കൻ ലെഗ് ഫ്രൈ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 2 പീസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഉള്ളിയും കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് പൊട്ടിപ്പോകാതെ നന്നായിട്ട് ഒന്ന് കിഴിയായിട്ട് കെട്ടിയെടുക്കണം. ഞാനിത് വാഴയില ആദ്യം അങ്ങ് പൊതിയാണ്, കാരണം എൻ്റെ വീതി കുറഞ്ഞ വാഴയില ആയതുകൊണ്ട് എനിക്ക് കിഴിയായിട്ട് കെട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഫോയിൽ കൊണ്ട് കിഴിയായിട്ട് കെട്ടുന്നത്. 2 വാഴയില ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരെണ്ണം പൊതിഞ്ഞിട്ട് അടുത്തത് കിഴിയായിട്ട് കെട്ടി വാഴയില നാര് വെച്ചൊന്ന് കെട്ടിക്കൊടുത്ത് കിഴിയാക്കി എടുക്കാം കേട്ടോ. ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കിഴികളും തയ്യാറാക്കി എടുക്കണം. നമ്മൾ റാപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു കിഴിയുടെ ഷേപ്പിൽ തന്നെയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടെ സെറ്റ് ചെയ്യാൻ ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കുന്നുണ്ട്. ഒരു നിധിക്കിഴി കൂടെ കെട്ടുന്നത് കാണിച്ചു തരാം. ഫോയിൽ വെച്ചു, അതിൻ്റെ മുകളിൽ ഞാൻ വാട്ടിയ വാഴയില വെച്ചു. ഒരു ലെയർ ബീഫ് കറിയോടെ പൊറോട്ട വെച്ച് കൊടുത്തു. അടുത്ത ലെയർ മുട്ട റോസ്റ്റാണ്, പിന്നെ ചിക്കൻ ഫ്രൈ, വീണ്ടും കിഴി തയ്യാറാക്കി കഴിയും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കിഴികളും തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 3 കിഴികൾ ഒരുമിച്ചാണ് ചൂടാക്കാനായിട്ട് വെക്കുന്നത്. ഇതുപോലൊരു ദോശത്തവ, പഴയ ദോശത്തവ എടുത്ത് അതിലേക്ക് ഈ 3 കിഴികൾ ഒരുമിച്ച് വെച്ച് കൊടുത്തു. ഇതിന് മൂടി വെക്കാൻ പാകത്തിന് ഇതുപോലൊരു വലിയ മൂടി വെച്ചിട്ട് ഒരു ലിഡ് വെച്ച് നമ്മളിതൊന്ന് മൂടി ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഒരു 5 മിനിറ്റോളം അതൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ ദം ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കിഴി പൊറോട്ടകൾ ഇവിടെ നിധി കിഴികൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിധി പൊറോട്ട അത് ഇനി തുറന്നു നോക്കാം. ആദ്യത്തെ ലെയറിലാണ് ചിക്കൻ ഫ്രൈ, സെക്കൻഡ് ലെയറിലാണ് മുട്ട കറി, മൂന്നാമത്തെ ലെയറിലാണ് ബീഫ് കറി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്കൊന്ന് മുട്ട ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ബീഫ് ട്രൈ ചെയ്ത് നോക്കിയാലോ? എല്ലാം നല്ലപോലെ ഉണ്ട്. നിധി പൊറോട്ട നല്ല ടേസ്റ്റാ. നമുക്കെല്ലാം ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാലോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുതേ. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് അപ്പം ലഭിക്കുന്നതാണ്.